പാകിസ്ഥാന് വീണ്ടും കനത്ത തിരിച്ചടി നൽകുകയാണ് ഭാരതം. ഝലം നദിയുടെ പോഷക നദികളിലെ ജലവൈദ്യുത പദ്ധതികളുടെ തുടർ നടപടികൾ മരവിപ്പിക്കണമെന്ന് ഭാരതം ആവശ്യപ്പെടുകയാണ്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലോക ബാങ്കിനെ അറിയിച്ചു എന്ന വിവരമാണ് ഈ മണിക്കൂറിൽ പുറത്ത് വരുന്നത്. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ഉണ്ട്. പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകുന്ന നടപടികളിലേക്ക് ഭാരതം നേരത്തെ തന്നെ കടന്നിരുന്നു. എന്നാൽ ആ തിരിച്ചടി കടുപ്പിക്കുകയാണിപ്പോൾ. ഝലം നദിയുടെ പോഷക നദികളിലെ ജലവൈദ്യുത പദ്ധതികളുടെ തുടർ നടപടികൾ മരവിപ്പിക്കണമെന്നാണ് ഭാരതം ആവശ്യപ്പെടുന്നത്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലോക ബാങ്കിനെ അറിയിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. വിവരങ്ങളുമായി എസ് ശ്രീകാന്താണ് ഉള്ളത്. ശ്രീകാന്ത്, ഭാരതം നടപടികൾ കൂടുതൽ കടുപ്പിക്കുകയാണല്ലേ? നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാനിലേക്കുള്ള നദികളിൽ നിന്നുള്ള നീരൊഴുക്ക് തടഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടായത്. പിന്നീട് അത് ഈ ഓപ്പറേഷൻ സിന്ദൂർ നടപടികൾ അവസാനിച്ചതിന് ശേഷവും അക്കാര്യത്തിൽ ഒരു പുനർവിചിന്തനം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതുമില്ല. ഇപ്പോഴിതാ വീണ്ടും പാകിസ്ഥാന് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് ഒരു തീരുമാനം കൂടി വന്നിരിക്കുന്നു. ഝലം നദിയുടെ പോഷക നദികളിലെ ജലവൈദ്യുത പദ്ധതികളുടെ തുടർ നടപടികൾ മരവിപ്പിക്കണം എന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നു. ലോക ബാങ്കിനെയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. കിഷൻ ഗംഗ, രത്ലെ ജലവൈദ്യുത പദ്ധതികളുടെ തർക്കപരിഹാര നടപടികൾ നിർത്തിവെക്കണം എന്നുള്ളതാണ് ഇന്ത്യ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് പിന്നാലെയാണ് ഈ ആവശ്യം ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നതും. സിന്ധു നദിയിലെ ജലം വിവിധ സംസ്ഥാനങ്ങളിലേക്ക് തിരിച്ചു വിടാനുള്ള പദ്ധതികളുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ സിന്ദൂർ പോലെ തന്നെ, അതല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്നതാണ് ഈ നദീജലം തടഞ്ഞുകൊണ്ട്, സിന്ധു നദീജലം തടഞ്ഞുകൊണ്ട് അവർക്ക് നൽകിയ പ്രഹരം. കാരണം അവരുടെ കൃഷിയടക്കം, അവരുടെ നിലനിൽപ്പ് തന്നെ മുന്നോട്ട് പോകുന്നത് ഈ സിന്ധു നദിയിലെ ജലം കൊണ്ടാണ്. പാക് പഞ്ചാബിലേക്ക് തന്നെ കൃഷിയിടങ്ങൾ നനയുന്നത് ഈ സിന്ധു നദിയിലെ ജലം കൊണ്ടാണ്. അതാണ് ഇപ്പോൾ അവർക്ക് ലഭിക്കാതായതും. അതിന് കുറച്ചുകൂടി ഒരുപടി കൂടി കടന്നാണ് ഇപ്പോൾ ഈ ഒരു പുതിയ നീക്കം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്.